ഹായ്. 12 വയസ്സുകാരിക്ക് 25കാരനോട് കടുത്ത പ്രേമം. അത് പറയുന്നതിന് മുന്നേ ഞാനൊരു കഥ പറഞ്ഞു തരാം നിങ്ങളോട്. എൻ്റെ അടുത്ത ഒരു ബന്ധുക്കുട്ടി, അവൾക്കൊരു 11 വയസ്സുണ്ട്. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകാൻ ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ അറിയത്തില്ല, ഒന്ന് പഠിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ച് സെല്ലെൻ്റെ കൈ കൊണ്ട് മൊബൈൽ കൊണ്ടുവന്ന് തന്നു. ഞാനത് അവളിങ്ങനെ അതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അതിന് ശേഷം അവൾക്കൊരു ഇൻസ്റ്റയുണ്ട്. അവൾ കൈ മറച്ചും മുഖം മറച്ചും തല കുനിച്ചുമൊക്കെ പിക്കിടുന്ന ഒരു ഇൻസ്റ്റയാണ്. അപ്പോൾ ഞാനപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ വളരെ കുഞ്ഞാണ്. അവൾ ഭയങ്കര കൊഞ്ചലാണ്. ആൻറ്റി 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൊഞ്ചലാണ്. ഒരു 6-7 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ഒരു ഒരു ബിഹേവിങ് ആണ് അവൾ കാണിക്കുന്നത്. അവളിപ്പോഴും അച്ഛൻ്റെ നെഞ്ചി കിടന്നുറങ്ങുന്ന ഒരു കുട്ടിയാണ്. അത്രയ്ക്കും ആ 11 വയസ്സിൻ്റെ ആളുമില്ല, സംസാര രീതിയുമില്ല. അപ്പോൾ അവളിങ്ങനെ ചിരിക്കുന്നതും കളിക്കും. അവൾ ഭയങ്കര സുന്ദരിയാണ്. ചിരിക്കുന്നതും കളിക്കുന്നതും കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒന്ന് കാണിച്ച് ഞാനൊരു ഷൂട്ട് ചെയ്യട്ടെ, ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലയൊക്കെ ഇട്ടാട്ടി. ഞാനപ്പോൾ ഒരു പാട്ട് അങ്ങോട്ട് വെച്ച് അവളുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് സ്പോട്ടിലെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട്, എന്നാ നീ കണ്ടോ, എങ്ങനെ ഉണ്ടോ, കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പാട്ട് അവളുടെ ആക്ഷനോട് ഒന്നിച്ചു വന്ന് അവളത് കണ്ടു. അയ്യോ പോസ്റ്റ് ഇട്ടോ, അതിന് മുന്നേ പോസ്റ്റ് ഇട്ടോ, അയ്യോ അവനെന്തോലും കണ്ട. ഞാൻ ചോദിച്ചു, അവനോ, അതാരാ ഇന്ന് കൂടെ പഠിക്കുന്ന ചെക്കനാണ്. അവരുടെ ക്ലാസ്സിലുള്ള ചെക്കനും അവരുടെ എല്ലാവരും ഉണ്ട്. അപ്പം അവൾ ഇമ്പോർട്ടൻസ് കൊടുത്ത ആർക്കാന്ന് കണ്ടോ. അപ്പം എനിക്കങ്ങ് അതിശയമായിപ്പോയി. അപ്പോൾ അത് പറയുമ്പോഴത്തേന് അവളുടെ മുഖമൊക്കെ അങ്ങ് മാറി. അവിടെ ഒരു കൗമാരക്കാരിയുടെ ഒരു നാണവും ഒരു ശൃംഗാരവും ഒരു ഇതൊക്കെ അങ്ങ് വന്ന്, ഒരു പഞ്ചാരയൊക്കെ വന്ന്. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ വികസനിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ അറിയത്തില്ലേ. അപ്പം ഞാൻ പണ്ട് നാക്കവല്ലി ഇങ്ങനെ കാണിച്ചു. അപ്പോൾ പകർച്ച. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അവളുടെ അമ്മയോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ കുട്ടിയുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ നീ. അപ്പം അവൾ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ വീഡിയോ, നാണക്കേട് കാരണം. കാണത്തില്ലേ. അപ്പം ഞാൻ ഈ സംഭവം ഇതേപോലെ പറഞ്ഞു കൊടുത്തു. അയ്യോ എൻ്റെ കുഞ്ഞോ അങ്ങനില്ല, അവൾ കുഞ്ഞല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ, അവൾ കുഞ്ഞല്ലേ, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ്. സത്യം പറഞ്ഞ ആ ബന്ധം കട്ടായിപ്പോയി എനിക്ക് ആ സംഭവത്തോടു കൂടി കേട്ടോ. ആ കുട്ടി ഇന്ന് വരെ എന്നോട് മിണ്ടിയിട്ടില്ല. നടന്നിട്ട് 2-3 വർഷമായി. ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം അതൊക്കെ പോട്ടെ, അതൊക്കെ വിടാം. അപ്പം നമ്മൾ ഒരമ്മയോട് പോയി ഒരു കുറ്റങ്ങൾ പറയുമ്പം ആ അമ്മ അത് വിശ്വസിക്കത്തില്ല. അതേപോലെ തന്നെ ഈ കുട്ടി, ഈ ഒളിച്ചോടിപ്പോയ 25കാരനോട് ഒളിച്ചോടിപ്പോയ കുട്ടിയോട് പല നാട്ടുകാരും പറഞ്ഞു കാണും. നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന സംഭവമല്ലേ, പലരും പറഞ്ഞു കാണും, മോളിങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെ അങ്ങനെയാണെന്ന്. ആ അമ്മ വിശ്വസിക്കത്തില്ല. എൻ്റെ മോള് വലിയ വളർച്ച എത്തിയെന്നേ ഉള്ളൂ, അവൾ അവൾക്ക് 5 വയസ്സിൻ്റെ ഇത് ബിഹേവിയർ എന്തു പറയുന്നേ, ഇതിങ്ങനെ കാര്യവിവരം അല്ലേ ഉള്ളു, അവളൊരു കുഞ്ഞാ, ശരീരം അങ്ങ് വളർന്നു പോയതേ ഉള്ളൂ, അങ്ങനൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് പിന്നെ ഈ പറയുന്ന ആൾക്കാരോട് അങ്ങ് ശത്രുതയാണ്. കുട്ടികളിത് മുതലാക്കുകയും ചെയ്യും. അപ്പം ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് കുറച്ച് അംഗീകരിച്ച് ഇവർ പറയുന്നത് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഒന്ന് നോക്കി കുഞ്ഞുങ്ങളെ അവളുടെ ഓരോ വളർച്ചയും, അല്ലെങ്കിൽ അവൾ എങ്ങനെയാണ് അവളുടെ ബിഹേവിങ്, വീട്ടിലെങ്ങനെ എങ്ങനെ ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ച് നോക്കി കാണേണ്ടത് ഒരമ്മയാണ്. ഇപ്പോൾ 12 വയസ്സായ ഒരു കുട്ടിക്ക് പ്രേമം വരാൻ പാടില്ല, കാമം വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു കാലഘട്ടം അത് ഫസ്റ്റ് തന്നെ അവൾ കരയാൻ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ആരംഭിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും. ഭക്ഷണം, വേദന, ഇങ്ങനെ ഓരോന്ന് പഠിച്ചു വരുന്നൊരു കാലഘട്ടം. അതിൻ്റെ അനുഭവങ്ങൾ അനുഭവിച്ച് വരുന്നു. അപ്പം അതേപോലെ തന്നെ സ്നേഹം, കാമം എല്ലാം ഒരു കാലഘട്ടത്തിലേക്ക് വരും. അപ്പോൾ അതിന് ഏത് രീതിയിലാണ്, കാരണം കുഞ്ഞ് വിശക്കുമ്പോൾ കുഞ്ഞിന് കറക്റ്റാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുകയും അതുപോലെ അവന് വേദനയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുകയും അവനെ സ്നേഹിച്ച് അവൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ കറക്റ്റാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കാമം വരുമ്പോൾ നമുക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് പെട്ടെന്ന് ഒരാളിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നത്. അതാണ് ഇത് ഉണ്ടാവുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇത് വരാൻ പാടില്ല, അയ്യോ 12 വയസ്സല്ലേ, മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിന് മുന്നേ അവൾക്ക് കാമഭ്രാന്താന്നോ, ഇവള് 20 അല്ല ഇവള് 10-14 വയസ്സൊന്നും അല്ല ഇവക്കുള്ളത്, ഇവക്ക് ഉണ്ട് 30, ഇവള് എന്ന് പറയും കമന്റ് വരുന്നു. കമന്റ് എല്ലാം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ചിരിയും നാണക്കേടും തോന്നി. കാരണം മനസ്സിലാക്കി അഡ്വൈസ് കൊടുക്കണം ഇങ്ങനത്തുള്ള ഒരവസ്ഥയിൽ. അതൊരു അവസ്ഥയാണ്, അതൊരു
അനുഭവമാണ്. അത് അനുഭവിക്കാനുള്ള ഒരു ഇതെന്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഇതെന്നുള്ള ഒരു ആകാംക്ഷയാണ്. അതിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആ തയ്യാറെടുപ്പിനെ പറഞ്ഞ് ഇങ്ങനൊരു തയ്യാറെടുപ്പിലേക്ക് നീ പോകരുത്, ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളുണ്ട്, ആ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ കുട്ടി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു അമ്മയ്ക്ക് കഴിയണം. ആ അമ്മയ്ക്ക് കഴിയാതെ വരുമ്പോഴാണ് മോള് ഓടിപ്പോകുന്നത്, ആരുടെയും കൂടെ ഇങ്ങനെ ഓടിപ്പോകുന്നത്. അപ്പം എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരമ്മ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്താ പറയേണ്ടത്, ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തുള്ളൊരു സംഭവമുണ്ട്. ഇഷ്ടംപോലെ റീൽസുകളും എല്ലാവരും വീഡിയോസ് ഇൻസ്റ്റയും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നതല്ലേ. അപ്പം ഒരു ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടായിരുന്ന കുട്ടികളെ, നിങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കണേ, അല്ലെ ഇങ്ങനത്തുള്ളതുണ്ട്, ഈ വഴിയിലേക്ക് പോകരുത്. അങ്ങനെ ഒരു 5 മിനിറ്റ് മതി ഈ ഒരു സംസാരം ഒന്ന് സംസാരിക്കാൻ. അപ്പോൾ കുറച്ച് കുട്ടികൾ ജാഗ്രതയാവും. അതുപോലെ പല കാര്യങ്ങളും ടീച്ചേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കാം. ആണായാലും പെണ്ണായാലും ഏത് ടീച്ചറായാലും കറക്റ്റ് അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനും, റീപ്രൊഡക്ഷൻ എന്തുവാണ്, ഇതെല്ലാം കറക്റ്റായിട്ട് പഠിപ്പിച്ച് അതെങ്ങനെയാണെന്നെല്ലാം കറക്റ്റാണ് പഠിപ്പിച്ചു. ഇന്ന് പണ്ടത്തെ കാലം പോലല്ല. പണ്ടൊക്കെ ആണെങ്കിൽ അതെന്തുവാണെന്ന് നമുക്ക് പഠിപ്പിച്ചൊന്നും കൊടുക്കത്തില്ലായിരുന്നു. നിങ്ങൾ പോയി അങ്ങോട്ടിരുന്ന് പഠിച്ചോ എന്ന് പറയത്തേ ഉള്ളായിരുന്നു ബയോളജി ക്ലാസ്സിൽ. അപ്പം ഇന്നാണെങ്കിൽ അത് എങ്ങനെയാണ്, എവിടെയാണ്, എങ്ങോട്ടാണ് കയറുന്നത്, എങ്ങോട്ടാണ് ഇറങ്ങുന്നതെന്നെല്ലാം എടുത്ത് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, പെട്ടെന്ന് ഗൂഗിൾ ഇങ്ങോട്ട് പറഞ്ഞു തരും നമുക്ക്. ഇപ്പോൾ അതൊന്നും ആരും യൂസ് ചെയ്യില്ല. ഇപ്പോൾ വേറെയൊക്കെ എന്തൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് വേണ്ടത്. ഒരമ്മയ്ക്ക് പിന്നെ മകളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇപ്പോൾ പെൺകുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, പെൺകുട്ടികളല്ല ആൺകുട്ടികളും തെറ്റ് ചെയ്താൽ ആ അമ്മ വളർത്തിയത് ശരിയല്ല, അല്ലെ ആ അമ്മ ശരിയില്ല, അങ്ങനെ പറയത്തുള്ളൂ. കാരണം അമ്മയുടെ കാലത്തിനോട് യോജിച്ച് പോകുന്നവരായിരിക്കും. കുട്ടികൾ ഇന്നത്തെ കാലത്തോട്, അവർ വളർന്ന കാലത്തോട് യോജിച്ച് പോകും. അപ്പോൾ ഇന്നത്തെ കാലം അമ്മ ഇതുപോലാണ് വളർന്നത്, അല്ലെ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുട്ടികൾ അത് അംഗീകരിക്കത്തില്ല. ഇന്നത്തെ കാലഘട്ടം ഇതാണ്, ഞങ്ങൾ ഈ രീതിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞങ്ങളുടേത് എന്ന് വിചാരിച്ച് അവരങ്ങനെ പോകുമ്പം അതും കൂടെ ഈ അമ്മയ്ക്ക് മനസ്സിലാവണം. അങ്ങനെ അവിടെ ഒരു തെറ്റ് വരുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് അമ്മയ്ക്കുണ്ടാവണം. ഇന്നത്തെ കുട്ടികൾക്ക് പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആഹാര രീതികളൊക്കെ വളരെ മോശമായിട്ടുള്ള ആഹാര രീതികൾ. പണ്ട് നമ്മളാണെങ്കിൽ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്നവരായിരുന്നു. ഇന്നത്തെ കുട്ടികൾ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കും, അത് പഴയ ചോറ്, അതായത് വെള്ളത്തിലിട്ടത് ആര് കഴിക്കും എന്നുള്ള രീതിയിൽ കുട്ടികൾ മാറി. അവർക്കൊന്നും ചിക്കനോ മീനോ ബർഗറോ ബീസാവോ എന്തൊക്കെയോ സാധനം ഇല്ലാതെ പറ്റത്തില്ല. അപ്പം ഈ ചിക്കനൊക്കെ ഇന്നത്തെ ബ്രോയിലർ, പണ്ടൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ നോർമൽ ചിക്കൻ, നമ്മുടെ നാട്ടു ചിക്കനൊക്കെ ഇല്ലായിരുന്നു ഉള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ബ്രോയിലറുണ്ട്, ബ്രോയിലർ കോഴി. അത് 40 ദിവസം കൊണ്ട് ഇത്ര കിലോ ആവണം എന്ന് വിചാരിച്ച് അതിൻ്റെ ദേഹത്ത് വളരെ മാരകമായിട്ടുള്ള എന്തൊക്കെയോ കുത്തിവെക്കുന്നുണ്ട്. അപ്പം നമ്മളിത് കഴിക്കുന്നതോടുകൂടി നമ്മുടെ കുട്ടികളുടെ ശരീരത്തിലേക്ക് അത് എത്തിച്ചേരുന്നു. ആൺകുട്ടിയായാലും പെൺകുട്ടികൾക്ക് കണമുണ്ടോ? പണ്ടൊക്കെ ആണെങ്കിൽ 16, 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ഒരു കുട്ടിക്ക് ബ്രസ്റ്റ് പോലും ഉണ്ടാവത്തില്ല. പണ്ടൊക്കെ ഉള്ള ബ്രസ്റ്റേ അവർക്ക് ഉണ്ടാവത്തില്ല. അവർക്ക് യാതൊരുവിധ ശരീര വളർച്ചയും ഉണ്ടാവത്തില്ല. ഇന്നത്തെ കുട്ടി 9 വയസ്സാവുന്ന ഒരു കുട്ടിക്ക് നല്ല ഒരു 18, 20 വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീര വളർച്ച ഭയങ്കരമായിട്ടാവുന്നുണ്ട്. അവരെ ഒരു 11 വയസ്സാകുമ്പോഴത്തേന് പ്രായപൂർത്തിയായ ഒരു രീതിയിലേക്ക് വരുന്നു, ശരീരങ്ങൾ മാറ്റം സംഭവിക്കുന്നു. അതെല്ലാം ഈ ഒരു ആഹാര രീതിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോഴത്തേന് ഈ എന്താ പറയുന്നത്, അവരുടേതായ ശരീരം വളർന്നു കഴിയുമ്പോഴത്തേന് ആ ശരീരത്തിൽ നിന്ന് എന്തായാലും പറയാൻ ഇനി തരേണ്ടത്, അങ്ങനെ ഒരു രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞാൽ അവിടെ പ്രേമം, മറ്റുള്ള കാര്യങ്ങളിലേക്ക്. ഇപ്പോൾ ഒരു 12 വയസ്സ് കുട്ടിക്ക് ഒരു പ്രേമം ഉണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് ചിലത് എനിക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വിശ്വസിക്കണം, അത് മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സെല്ലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ നോക്കുമ്പോൾ പ്രേമത്തിൻ്റെ ഡയലോഗുകളും. പണ്ടൊക്കെ ഒരു പ്രേമത്തിൻ്റെ ഡയലോഗ് കാണുമെങ്കിൽ മനോരമയിൽ എവിടെയെങ്കിലും ഒരു നോവലിൻ്റെ ഇടയ്ക്ക് കുറച്ചേ കാണത്തുള്ളായിരുന്നു. എന്തൊരു സങ്കടമായിരുന്നു. അത് കാണാൻ വേണ്ടി ഞാൻ മനോരമ വായിക്കുമായിരുന്നു. ജോസേട്ടനൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു. ജോസേട്ടൻ നോവലിലെ കഥാനായകനായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടംപോലെ പ്രേമത്തിൻ്റെ ഡയലോഗും അതിൻ്റെ പാട്ടുകളും അതിൻ്റെ സീനും ഒരാളിങ്ങനെ നോക്കുമ്പോൾ അതിന് 1000 അർത്ഥങ്ങൾ വരുന്നതും എല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാളിങ്ങനെ നോക്കുമ്പോൾ വന്നു തുടങ്ങി, സമയം ഒത്തിരിയായി പോയി. അപ്പോൾ അവിടെ പ്രേമം വാങ്ങി ഐസ്ക്രീം, പാവം കുട്ടി ഐസ്ക്രീം തിന്നാന്ന് വിചാരിച്ച് ഡെയിലി കടയിൽ പോയി ഐസ്ക്രീം വാങ്ങി കഴിച്ച് കാണും. ചെക്കൻ വളച്ചുകൊണ്ട് പോയി, അത്രയും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആ കുട്ടിയെ എല്ലാവരും കൂടെ ഇത്രയും വൃത്തികേടായിട്ട് അവളെ ഫോട്ടോ എല്ലാം ഇട്ട് നശിപ്പിച്ച് കളഞ്ഞു. ആ ചെക്കൻ്റെ ഫോട്ടോ എവിടെയും കാണാനില്ല. എല്ലാവരും കൂടെ പരാതി കൊടുത്തു. ഇനി അതെല്ലാം എവിടെ നോക്കിയാലും ഞാൻ ആ ഒരു റീല് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്ന മുഴുവനും അത് തന്നെ ആയിരിക്കും.
പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന്, എന്ത് സംസാരിക്കാനാണ്? ഒന്നും സംസാരിക്കാനില്ല. ആ കുട്ടിയെ ഒരു തെറ്റും പറയാനില്ല. തെറ്റ് പറയാനോ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അമ്മയാണ് പറയാനുള്ളത്. കുട്ടിയുടെ വളർച്ച, ശാരീരിക വളർച്ച പോലെ അവളുടെ മാനസിക വളർച്ച ശ്രദ്ധിക്കാതിരുന്ന ആ അമ്മയാണ് തെറ്റുകാരി. നാട്ടുകാരോ പോലീസുകാരോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ പോലീസുകാർ നമ്പർ 1 ആണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും പേടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് കുട്ടിക്കൊന്നും സംഭവിക്കല്ലേ എന്ന്. എന്തായാലും കറക്റ്റാ 5-ാം നാളിലെന്തോ കണ്ടുപിടിച്ചില്ലേ, അത് തന്നെ വലിയൊരു ഭയങ്കരമായിട്ട് ഇന്നത്തെ ഈ കാലഘട്ടം അതിൻ്റെ കൂടെ ചേർന്ന് നിന്ന്. എന്തായാലും താങ്ക് യു.